എടുത്തു. ECG എടുത്തതിന് ശേഷം ഡോക്ടർ ഇപ്രകാരം മറുപടി പറഞ്ഞു, അമ്മയ്ക്ക് ഹാർട്ട് പൾസ് വളരെ കുറവാണ്. ഉടൻ തന്നെ 24 മണിക്കൂർ ടെസ്റ്റിനായി ICU യൂണിറ്റിലായിരിക്കണം. TMT ടെസ്റ്റും എക്കോ ടെസ്റ്റും എടുക്കേണ്ടതായിട്ടുണ്ടെന്ന്. തുടർന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിന് ശേഷം വീണ്ടും ഡോക്ടർ ഇപ്രകാരം മറുപടി തന്നു, അമ്മയ്ക്ക് ഹാർട്ട് പൾസ് വളരെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഒരു പേസ് മേക്കർ മെഷീൻ വയ്ക്കണം, അതിനായി 1 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ ഭവനത്തിലേക്ക് അയച്ചു. ബെഡ് റെസ്റ്റ് ആയിരിക്കണം, യാതൊരു ജോലിയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഭവനത്തിലേക്ക് അയച്ചു. ഭവനത്തിൽ കടന്നതിന് ശേഷം പിറ്റേ ഞായറാഴ്ച ആരാധനയിൽ അമ്മയെ ഭവനത്തിനാക്കിയതിനു ശേഷം ഞാനും എൻ്റെ അച്ഛനും കൂടെ പ്രേ ഗാർഡൻസിൽ ആരാധന മധ്യേ കടന്നു വന്നു. ആരാധന മധ്യേ ആന്റി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ വലതുവശത്ത് സഹോദരന്മാരുടെ മധ്യേ വളരെ മുൻവശത്ത് ഒരു സഹോദരൻ തന്റെ ഭാര്യയെ ഭവനത്തിലാക്കിയിട്ട് എന്റെ ഭാര്യയുടെ ഹൃദയരോഗം കാരണം ഭാര്യ മരിച്ചു പോകുമോ എന്ന് നിലവിളിയോടെ ആയിരിക്കുന്നു. ഭാര്യയുടെ ഹൃദയത്തിലെ രോഗം കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന്. ഉടൻ തന്നെ വലിയവനായ സ്വർഗത്തിലെ ദൈവം ഭവനത്തിലായിരുന്ന എന്റെ മാതാവിനെ കൊടുത്ത് സൗഖ്യപ്പെടുത്തി. തുടർന്ന് ഞങ്ങൾ ECG എടുത്തപ്പോൾ ഹാർട്ട് പൾസ് എല്ലാം നോർമലായി, ഹൃദയത്തിൽ യാതൊരു രോഗമില്ല എന്ന് ഡോക്ടർ പറയുവാനിടയായി. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിപ്പിച്ച് ഓപ്പറേഷൻ കൂടാതെ എന്റെ അമ്മയെ വിടുവിച്ച എന്റെ വലിയവനായ സ്വർഗത്തിലെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. ഞാനിവിടെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്ന, ഞാൻ ചെയ്ത അത്ഭുതേശപ്പം ചെയ്ത അത്ഭുത സാക്ഷികളിൽ നിന്ന് കർത്താവ് 2-3 മാസം കൊണ്ട് ഒരു നെഞ്ചുവേദനയായിരുന്നു. ആ നെഞ്ചുവേദന പെട്ടെന്നൊരു കൂടുതലായി മരണാവസ്ഥയിലായിപ്പോയി. കുഞ്ഞുങ്ങളെ നിലവിളിയോടെയായി, അമ്മ മരിച്ചു പോകുന്നു നിലവിളിയോടെയായി. ആ അവസ്ഥയിൽ കർത്താവിൻ്റെ ദാസിരോട് പ്രാർത്ഥനയ്ക്ക് ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ എൻ്റെ യേശു എന്നെ തൊട്ട് വിടുവിച്ച് എൻ്റെ പൂർണ്ണമായി എൻ്റെ രോഗം നെഞ്ചുവേദനയെല്ലാം പൂർണ്ണമായി എടുത്തു മാറ്റി. ഇത്രത്തോളം എല്ലാ ജോലി ചെയ്യാനുള്ള ശക്തിയും ബലവും എൻ്റെ കരിങ്കല്ല് ചുമന്നാണ്, വലിയ ഭാരപ്പെട്ട കരിങ്കല്ല് ചുമന്നാണ്. ഇന്ന് എല്ലാ ഭാരവും എനിക്ക് ചുമക്കാനുള്ള ദൈവം ഒരു ആരോഗ്യ ശക്തിയും തന്ന് ഇത്രത്തോളം ദൈവം നടത്തി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നത് ഞങ്ങൾ എളിയ സാക്ഷ്യം വിടുവിക്കുന്നു. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്ന എനിക്ക് വേണ്ടിയാണ്. എനിക്ക് പെട്ടെന്നൊരു വയറ്റുവേദന വരികയും അത് 3 ദിവസം തുടരെയായിരുന്നു. അങ്ങനെ അട്ടയും പുഴുവും പിടയ്ക്കുന്ന അവസ്ഥയായിരുന്നു. യാതൊരു കുറവുമില്ലാതെ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കുകയും അങ്ങനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി തിരിച്ച് എല്ലാ ഗുളികയും മരുന്നുകളും കഴിച്ചിട്ട് യാതൊരു കുറവും കിട്ടിയില്ല. അങ്ങനെ വീണ്ടും വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ എന്നെ ആശുപത്രിയിൽ കിടത്തിയിട്ട് ഇവിടെ ഞായറാഴ്ചയുള്ള ആരാധനയ്ക്ക് പങ്കെടുക്കുകയും അപ്പോൾ തന്നെ രോഗികൾക്കായി പ്രാർത്ഥിച്ച സമയം എൻ്റെ വയറ്റിലെന്തോ തുളച്ച് കയറും പോലെ തോന്നുകയും അപ്പോൾ ബെറ്റിലായിരുന്നു ഞാൻ കമന്ന് തറയിൽ വീഴുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശുവിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. വസന്ത ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ കാലിലൊരു സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മാതാവിനാണ്. എൻ്റെ മാതാവിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഇവിടെ ആരാധന മധ്യേ സിസ്റ്റർ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, വസന്ത മകനെ പറ്റി ഭാരപ്പെടണ്ട, നിങ്ങളെ മകൻ തിരിച്ചതാ, നിങ്ങളെ അടുത്തേക്ക് മടങ്ങി ദൈവം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുവാനിടയിൽ മകൻ 11 വർഷം കൊണ്ട് മാതാവിനോട് സംസാരിക്കുകയോ മാതാവിനോട് ഒന്നും മിണ്ടുകയോ ഒന്നും ചെയ്യില്ല. വിദേശത്തായിരുന്നു. നാട്ടിൽ വന്നാലും മാതാവിനെ കാണുമ്പോൾ ഒന്നും സംസാരിക്കാത്ത ഒരവസ്ഥ. ദൈവാത്മാവിൽ നിറഞ്ഞ് സിസ്റ്റർ വിളിച്ചു പറഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ആ മകൻ വിദേശത്തിരുന്ന് ഫോൺ ചെയ്തിട്ട് മാതാവിന്റെ കയ്യിൽ കൊടുക്കുവാൻ പറഞ്ഞു. ആ മാതാവിന് മൊബൈൽ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ, അമ്മ നിങ്ങൾക്ക് ഞാൻ ഒരു കിണർ കുഴിച്ച് നിങ്ങൾക്ക് വെള്ളം തരുവാൻ പോകുന്നു പറഞ്ഞ അമ്മ താമസിക്കുന്നിടത്ത് പാറയാണ്. അവിടെ പെട്ടെന്ന് കിണറൊന്നും വെട്ടാൻ പറ്റുന്ന കുഴൽ കിണർ കുഴിച്ച് പൈപ്പ് എടുത്ത് അമ്മയ്ക്ക് നടയിൽ വെള്ളം കൊടുക്കുവാൻ ദൈവം കഴിച്ചു. അതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു.
മാത്രമല്ല പിതാവ് വലിയൊരു രോഗത്താൽ ആപറേഷത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. സഹോദരനോട് വിളിച്ചു പറഞ്ഞപ്പോൾ സഹോദരൻ ആ വിദേശത്തിൽ നിന്ന് കടന്നു വന്ന് പിതാവിന്റെ രോഗത്തിന് ആവശ്യമായ കാശെല്ലാം ചെലവാക്കി പിതാവിന് ഓപ്പറേഷൻ എല്ലാം ചെയ്യുവാനും ആശുപത്രിയിൽ ഭവനത്തിൽ കൊണ്ടുവരുവാൻ എല്ലാം സഹോദരൻ ചെയ്തു. ആ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങളെ കുടുംബം, ഞങ്ങൾ 4 സഹോദരങ്ങളുണ്ട്. ഞങ്ങളോട് ആരിടത്തും സഹോദരൻ സംസാരിക്കുക കാണുമ്പോൾ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഞങ്ങൾ 4 പേരെയും ദൈവം നല്ല സ്നേഹത്തിലാക്കി കൊണ്ടുവന്നതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഏറ്റവും ഇളയ സഹോദരനെ കൂടെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും നല്ലൊരു ഉപജീവനം വാങ്ങിക്കൊടുക്കുകയും കൂടെ നിർത്തി സംരക്ഷിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി ഞങ്ങളെ കുടുംബത്തെ ദൈവ സ്നേഹം കൊണ്ട് നിറച്ചതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി വരണ എന്റെ കുടുംബത്തിൽ ചെയ്ത ഒരു അത്ഭുതത്തെ പറ്റിയാണ്. ഞാൻ ഈ ആരാധനയ്ക്ക് വന്ന് 97 മുതൽ ഈ ആരാധനയ്ക്ക് വരാൻ തുടങ്ങിയത്. ഈ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനോ ഉടുക്കാനൊരു വസ്ത്രത്തിനോ എന്റെ ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് സമാധാനമില്ലാതെയും കടഭാരത്താൽ ഭാരപ്പെട്ടുമാണ് ഞാൻ ഈ ആരാധനയ്ക്ക് വന്നത്. വന്നിട്ട് 2006 ഞങ്ങൾക്ക് ഇവിടെ ഒരു വാറന്റിയായിട്ട് നിൽക്കുവാനുള്ള കൃപ ദൈവം തന്നു. 2008 ജനുവരി മാസം സെക്രട്ടറി ആരാധന മധ്യ ബദർ ഈ പ്രകാരം വിളിച്ചു പറയായിരുന്നു, എന്റെ സ്ഥാപനത്തിൽ നിൽക്കുന്ന വാളണ്ടിയർമാരെ തലമുറയെയും കുടുംബത്തിനെയും അനുഗ്രഹിക്കാൻ പോണെന്ന് പറഞ്ഞ് അന്ന് തന്നെ ആ സമയത്ത് ആരാധന കഴിഞ്ഞാൽ വീട്ടിൽ പോവുകയും അന്ന് 7 മണിക്ക് എന്റെ വീട്ടിൽ ഒരാൾ വന്ന് കേട്ടു, എനിക്ക് 2 മക്കളുണ്ട്, നീ ഇന്ന് വെളിയിൽ പോകുന്നു എന്ന് ചോദിച്ച് അവ ഓന്ന് പറയുകയും അന്ന് തന്നെ പാസ്പോർട്ടിനുള്ള ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. 5 മാസത്തിനകത്ത് വെച്ച് അവൻ 2 പിള്ളേരെയും വിദേശത്തിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോകാൻ ദൈവം ഒരുക്കി. അത് കഴിഞ്ഞ് ഞാനൊരു അംഗൻവാടിയിൽ ഒരു ഹെൽപ്പറായിട്ട് പോയോണ്ടിരുന്നു. അതെനിക്ക് ഈ ജനുവരിയിൽ വിളിച്ചു പറയുന്നു, ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ എനിക്ക് സ്ഥിര പോസ്റ്റിങ്ങിനായിട്ടുള്ള ഓർഡർ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ 10 തോറ്റതായിരുന്നു. ഞാൻ 1 വർഷം ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ചെന്ന് പഠിക്കാൻ പോയിരുന്നു. പഠിച്ച് പരീക്ഷയായ സമയത്ത് എനിക്ക് ഭയങ്കരമായ ഒരു ഭാരമായിരുന്നു. ഞാൻ തോറ്റു പോകുമായിരുന്നു. എന്തിനു ഞാൻ പോണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പലതും ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു വ്യാഴാഴ്ച മുറയ്ക്ക് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു, എന്റെ ഇടതു സൈഡിൽ ഒരു സഹോദരി തോറ്റുപോകും എന്ന് ഭാരപ്പെടുകയാണ്. പക്ഷെ നിങ്ങളല്ല പരീക്ഷക്കാളിൽ പോകുമ്പോൾ ഇരിക്കുന്നത് ദൈവദൂതനാണെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, പരീക്ഷ എഴുതാൻ പോയി അന്ന് ആദ്യത്തെ ദിവസം ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വാങ്ങി എനിക്ക് ഒന്നുപോലും മനസ്സിലാക്കുവാനുള്ള ഒരു ശക്തിയില്ല. 11 മണി വരെയും ഞാൻ ഒന്നും എഴുതിയില്ല. 11 മണി കഴിഞ്ഞ ശേഷം ഞാൻ പേപ്പർ എടുത്ത് വെച്ച് എഴുതാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, റിസൾട്ട് വന്നപ്പോൾ 364 മാർക്കോടും കൂടെ ജയിക്കുവാൻ ദൈവം കൃപ തന്ന്. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം വരെ സർട്ടിഫിക്കറ്റിനെ കൊണ്ട് വെച്ചിരുന്നു, വെളിയിൽ ആരെയും കാണിച്ചില്ല. കഴിഞ്ഞ ഡിസംബർ 2010 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞാൻ ഓഫീസിൽ പോയപ്പോൾ എന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുകയും അന്ന് തന്നെ വാങ്ങിച്ചിട്ട് എനിക്ക് അന്ന് തന്നെ ഒരു ഹെൽപ്പറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു വർക്കറായിട്ടുള്ള പ്രൊമോഷൻ ദൈവം തന്നു. ഇത്രയും അത്ഭുതം കുറിച്ച് ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഇടയ സാക്ഷിയിൽ നിൽക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നെ ഇന്ന് ഇവിടെ ഒരു സാക്ഷിയായി നിർത്താൻ വലിയവനായ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ അംഗമാണ്. 2008 തൊട്ട് ഞാനിവിടെ ആരാധനയ്ക്ക് വരെയാണ്. എന്റെ ഭർത്താവ് 25 വർഷം കൊണ്ട് തലയ്ക്ക് സുഖമില്ലാതെ വസ്ത്രമെല്ലാം ഉരിഞ്ഞെറിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ട്. ഞങ്ങൾ 2 കുട്ടികളും ഞാനും വളരെ ഭാരത്തോടുകൂടി സങ്കടത്തോടുകൂടി ഒരു നേരം ആഹാരം കഴിക്കാൻ ഒരു ഉടുതുണിക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പോവാത്ത അമ്പലങ്ങളില്ല, കഴിക്കാത്ത മരുന്നുകൾ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ 2010 2-ാം ശനിയാഴ്ച ഞാനിവിടെ സങ്കടത്തോടുകൂടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ആശുപത്രിയിലോ ഭവനത്തിലോ രോഗികളെ കിടത്തിയിട്ട് വന്നവര് കൈവെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും കൈവെക്കി. അത്ഭുതം ഒന്ന് പറയട്ടെ, ആ സെക്കൻഡ് തന്നെ എന്റെ ഭർത്താവിന്റെ തലയ്ക്ക് അസുഖം എല്ലാം മാറി. ഇന്ന് ഒരു ദിവസം പോലും എന്റെ ഭർത്താവ് വീട്ടിൽ കിടക്കാതെ ജോലി ചെയ്ത് എന്റെ കുട്ടികളെ എന്നെ പുലർത്തിക്കൊണ്ട് പോകുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷി സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ വീണ്ടും ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ അംഗമായിരുന്നു. 2007 സെപ്റ്റംബർ മാസം 11-ാം തീയതി മുതലാണ് ഞാൻ
ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതുപോലാണ് ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഞാൻ 2010 മാർച്ച് മാസം എൻ്റെ മകൻ്റെ ലാസ്റ്റ് പരീക്ഷാ ദിവസം, പരീക്ഷയുടെ തലേദിവസം അവന് പനി വളരെ കൂടുതലായി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ വാങ്ങിച്ചിരുന്നു. ഒരു കുറവുമില്ല, ഛർദിലും പനി വളരെ കൂടുതലായി. SAT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഡോക്ടറെ പരീക്ഷ, എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല, ബ്ലഡിൽ കൗണ്ട് വളരെ കുറവാണ്, അവനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട്, ദൈവമേ, ഞാൻ എൻ്റെ മകനെ ദൈവം നാളെ പരീക്ഷ എഴുതാനുള്ള കൃപ തന്നാൽ ഞാൻ പ്രയർ ഗാർഡനിൽ സാക്ഷീകരിക്കാമെന്ന് മാത്രമേ മനസ്സിൽ പറഞ്ഞുള്ളൂ. രണ്ടാമത് 8 മണിയായപ്പോൾ ഡോക്ടറെ വീണ്ടും പറഞ്ഞു, വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊടുത്തപ്പോൾ പറഞ്ഞു 11:30 മണിക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 9:30 ആയപ്പോൾ സിസ്റ്ററോട് വിളിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 11:30 റിസൾട്ട് തരുമെന്ന് പറഞ്ഞു. നമുക്ക് 10:20 ആയപ്പോൾ റിസൾട്ട് തരികയും അവൻ ആവശ്യമുള്ളതിൽ കൂടുതൽ 10,000 കൗണ്ടിൽ കൂടുതൽ ബ്ലഡിന്റെ കൗണ്ട് കൂട്ടിത്തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് എനിക്ക് വീണ്ടും ദൈവം എന്റെ ഭവനത്തിൽ കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. എനിക്കൊരു ഭവനമല്ലായിരുന്നു, ദൈവം ഒരു ഭവനം പണിയുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കടയിലായിരിക്കുമ്പോൾ എനിക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലത് കൈയുടെ ചെറുവിരലും വലത് കാലിന്റെ ചെറുവിരലും മരവിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വലത് കൈയുടെ രണ്ടാമത്തെ വിരലും വലത് കാലിന്റെ രണ്ടാമത്തെ വിരലും മരവിപ്പായി. അങ്ങനെ വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓരോ വിരലായി ഇങ്ങനെ വർദ്ധിച്ചു വരികയായിരുന്നു. അപ്പോൾ ഞാൻ നിന്ന കടയിലെ സഹോദരനോട് ഞാൻ ഇതുപോലെ പറഞ്ഞു, എനിക്കിതേപോലെ കാലിൽ മരവിപ്പ് കൂടുകയാണ് സഹോദര എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററോട് വിളിച്ച് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ 9:30 മണി കഴിഞ്ഞപ്പോൾ സിസ്റ്ററോട് പ്രാർത്ഥനയ്ക്കായി വിളിച്ച് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം മുതൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് ആ മരവിപ്പ് അതിനുശേഷം ഇതുവരേക്കും എന്റെ ശരീരത്തിൽ അനുഭവപ്പെടുവാനുള്ള കൃപ ദൈവം തന്നില്ല. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു. ഇത്രയും നന്ദി ചെയ്ത ദൈവ യേശു കർത്താവിന് കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകന് വേണ്ടിയാണ്. എന്റെ മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 2 കൊല്ലം ജോലിയില്ലാതെ നിന്ന് ആ സമയം ഞാൻ ഒരു ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്ത് ആ സമയം ദൈവാത്മാ വിളിച്ചു പറഞ്ഞ് മോഹന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന വസന്ത ജോലി ഉടനെ നൽകുമെന്ന് പറഞ്ഞ് 8 ദിവസം ആയില്ല, എന്റെ മോഹന് ജോലി ഉടനെ ആയി. ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിംഗ് കാഞ്ചീപുരം. ഇത്രയും അത്ഭുതം ചെയ്ത എന്റെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അടുത്ത സാക്ഷി എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്റെ മകൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മെഡ്രാസിൽ ജോലിയായിരിക്കുന്നു. അവിടെ നിന്ന് അവർക്ക് പെട്ടെന്നൊരു പനി ഉണ്ടായി. 10 ദിവസം മരുന്ന് കഴിച്ചും ഒരു കുറവുമില്ല. സിസ്റ്ററിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ഉടനെ എന്റെ മോക്ക് പനി ഉടനെ സുഖമായി. ഇത്രയും അത്ഭുതം ചെയ്ത എന്റെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണ്. മകൾക്ക് പനിയുടെ പ്രയാസത്താൽ വളരെ ഭാരപ്പെടുകയായിരുന്നു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു. ഡോക്ടർ പറഞ്ഞത് മരുന്ന് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കണം, സ്കൂളിലൊന്നും പോകാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. മരുന്ന് കഴിക്കുന്തോറും പനി കൂടുന്നതല്ലാതെ അല്പം പോലും കുറവില്ലായിരുന്നു. ഞങ്ങൾ വളരെ ഭാരത്തോടെ സിസ്റ്ററിനോട് ഫോണിൽ കൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുത വിടുതൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ മകൾക്ക് പനി പരിപൂർണമായി സുഖമായി. പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ പോകാനും ദൈവം കൃപ ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ സാക്ഷിയായി നിൽക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് എല്ലാ സെമസ്റ്ററും ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസമായിട്ട് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവുകയും വളരെ ഭാരത്തോടുകൂടെ കഴിയുകയായിരുന്നു. അങ്ങനെ 2009 ഡിസംബർ 12 സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടെ വരികയും ബ്രദർ വിളിച്ചു പറയുകയുണ്ടായി, മാനസിക വെറുതെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ കണ്ണീരിലൂടെ ആ സമയം പ്രാർത്ഥിക്കുകയും വീട്ടിലായിരുന്ന എൻ്റെ മകൾക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്തു.
അവർക്ക് കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കും ഈ ആരാധനയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവാനുവദിച്ച കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയം ഏകദേശം 8 ദിവസം വരെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ മരുന്നൊന്നും കൊടുത്ത് സുഖമില്ലാതെ ഞാൻ സിസ്റ്ററിനെ ഫോണിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ച് അപേക്ഷിച്ച ആ സമയം തന്നെ സിസ്റ്റർ പ്രാർത്ഥിക്കുകയുണ്ടായി. ഉടൻ തന്നെ കുഞ്ഞിന് അത്ഭുത സൗഖ്യം ലഭിച്ചു. അതിനുശേഷം ഒരു മരുന്നും കൊടുക്കാതെ തന്നെ കുഞ്ഞിന് പരിപൂർണ സൗഖ്യമുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ 2010 ജനുവരി മാസം മുതലാണ് ഞാൻ ഇവിടെ ആരാധനയിൽ പങ്കെടുക്കാൻ കടന്നു വരാൻ തുടങ്ങിയത്. കടന്നു വന്ന അന്നേ ദിവസം തന്നെ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്താൻ സിസ്റ്റർ പറഞ്ഞു. ഞാൻ കൈ ഉയർത്തി. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം ഉടൻ തന്നെ അത്ഭുതകരമായിട്ട് ഒരു അനുഭവം നമുക്കുണ്ടായി. അതായത് യഥാർത്ഥമായിട്ട് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഇല്ലാതിരുന്ന എൻ്റെ ഭർത്താവിന് യഥാർത്ഥമായിട്ട് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായി. അത് അത്ഭുതകരമായി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ ഭവനത്തിൽ വളരെയധികം സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വളരെയധികം സന്തോഷത്തോടെ ഇന്നും നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച വലിയവനായ ദൈവത്തിന് കോടി സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് കഴിഞ്ഞ 4-5 വർഷമായി എൻ്റെ വലത് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് പഠിക്കുവാനോ എഴുതുവാനോ സ്വയം ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ സിസ്റ്ററിനോട് പല ആശുപത്രിയിൽ ചികിത്സ ചെയ്തെങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സിസ്റ്ററിനോട് ഫോണിൽ പ്രാർത്ഥനയ്ക്കായി വിളിച്ച് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ കൈവേദന പൂർണ്ണമായി മാറുമെന്ന്. സിസ്റ്റർ പറഞ്ഞ മാത്രം തന്നെ എന്റെ കൈവേദന പൂർണ്ണമായി മാറുന്നു. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. പഠിക്കുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുന്നു. ഇത്രയും അത്ഭുതം ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 വർഷക്കാലത്ത് നമുക്കൊരു മഹേന്ദ്ര വണ്ടി ഞങ്ങൾ കടമായിട്ട് വാങ്ങിച്ചിട്ടിരുന്നു. കടം ഒരിക്കലും തീരുവില്ലായിരുന്നു. 2 വർഷമായപ്പോഴും കടം തീരാതെ സങ്കടത്തോടെ ഇരുന്നപ്പോഴേ വണ്ടി ഇത് ഓടിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാൻ പോലും, ശമ്പളം കൊടുക്കാൻ പോലും 100 രൂപ പോലും കിട്ടൂല. വണ്ടി വിൽക്കണം, നമുക്ക് കടം തീർക്കാൻ പറ്റൂല എന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ ഡിസംബർ മാസം ആരാധനയ്ക്ക് പങ്കെടുത്തപ്പോൾ ഇവിടുത്തെ സാറ് പ്രാർത്ഥിക്കുമ്പം പറയാണ്, നിങ്ങൾക്കൊരു വണ്ടി ഉള്ളവർ ഇവിടെ കുറച്ച് ആളുകളെ കയറ്റി വണ്ടി ഇവിടെ ഈ സൈന്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അതേപോലെ ഞങ്ങൾ ജനുവരി മാസം 1-ാം തീയതിയുള്ള ആരാധനയിൽ കുറച്ച് ആളുകളെയും കയറ്റി ഇവിടെ വന്നിരുന്നു. അതിനുശേഷം സ്ഥിരം വണ്ടി ഇവിടെ കൊണ്ടുവരിക ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ വരെ കടം ഉണ്ടായിരുന്നു. കടം ശകലം തീർന്നു. അടുത്തൊരു വണ്ടി എടുക്കാനും കൂടി ദൈവം സഹായിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ മകൻ വിദേശത്തായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 20 ദിവസത്തെ ലീവിലേക്ക് നാട്ടിൽ വന്നിരുന്നു. പിന്നെ അവൻ പോകൂല, ഇനി പോകാൻ പറഞ്ഞവരെ ഞാൻ കൊന്നുകളയും അങ്ങനെ എന്ന് പറഞ്ഞ് കുടിച്ച് നശിച്ച് കിടന്നു. അങ്ങനെ ഭയങ്കര സങ്കടമായിട്ടിരുന്നു. ഇവിടെ ജനുവരി മാസത്തെ ആരാധനയ്ക്ക് വന്നപ്പോൾ ഇവിടുത്തെ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൂട്ടത്തെ പറഞ്ഞ് 2 സഹോദരങ്ങൾ ഉടനെ തന്നെ വിദേശത്തേക്ക് മടങ്ങി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഏപ്രിൽ മാസം 8-ാം തീയതി അവൻ പോവുകയുണ്ടായി. അവന്റെ ഒരു അനുജനെ കൂടെ കൊണ്ടുപോവുകയും ഇപ്പൊ 1 വർഷത്തേക്കിൻ്റെയും വെച്ച് ദൈവം ഞങ്ങൾക്ക് ഒരുപാട് നന്ദി. പിന്നെ ഇനി ഒരു കുഞ്ഞു മോൾക്ക് പനി ഉണ്ടായിരുന്നു, ഭയങ്കര പനിയായിരുന്നു. അല്പം ആശുപത്രിയിൽ കൊണ്ട് എത്ര മരുന്ന് ചെയ്തല്ല. അവർ പിറ്റേന്ന് രാവിലെ തന്നെ നിങ്ങൾ വേറെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നോ പറഞ്ഞിരുന്നു. ആ രാത്രി തന്നെ ഞങ്ങൾ ഇവിടെ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് നേരം വെളുക്കുന്നതിന് തന്നെ നല്ല സൗഖ്യം ഉണ്ടായി. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാകോടി നന്ദി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഇവിടെ ഒരു സാക്ഷിയായി നിർത്തി എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. 2009-ാം ആണ്ട് ജൂൺ മാസത്തിൽ എൻ്റെ കഴുത്തിലൊരു കഴല കണക്കുണ്ടായി. ദിവസങ്ങൾ കൊണ്ട് അത് 1 മാസത്തിനകം ആ കഴല വളർന്ന് വലിയൊരു മുഴയായി തീർന്നു. വളരെയധികം പ്രയാസത്തിലായിരുന്നു. ഈ മുഴയായി തീർന്ന സമയത്ത് അപ്പോൾ ജൂലൈ മാസം 2-ാം ശനിയാഴ്ചയുടെ ആരാധനയ്ക്ക് ഒരാഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ആശുപത്രി പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, എന്തായാലും സെക്കൻഡ് സാറ്റർഡേ ആരാധന വരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഉറച്ച വിശ്വാസത്തോട് ഞങ്ങൾ ആ ജൂലൈ 2-ാം ശനിയാഴ്ച ആരാധനയിലൂടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആരാധന മധ്യേ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ബ്രദർ ആത്മാവിൽ നിറഞ്ഞ് വിളിച്ച് പറയുണ്ടായി, കട്ടികളും മുഴകളും ഇത് അപ്രത്യക്ഷമാകുന്നു. ആ സമയം തന്നെ എൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കഴുത്തിൽ തൊട്ടു നോക്കിയപ്പോൾ ആ മുഴ അവിടെ കാണാനില്ലായിരുന്നു. വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ യേശുവപ്പ അതെടുത്ത് മാറ്റി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ടും എനിക്കൊരു കുഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഇനി കാണാൻ ഡോക്ടർമാരൊന്നുമില്ല, പോകാൻ ക്ഷേത്രങ്ങളൊന്നുമില്ല. അവസാനം ദൈവം എന്നെ ഇവിടെ എത്തിച്ചു. ആരാധന സമയത്ത് സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞു. ആ നിമിഷം ഞാൻ കൈ ഉയർത്തി മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. ആ നിമിഷം തന്നെ ദൈവം എന്നെ തൊട്ടനുഗ്രഹിക്കുകയും ഈ നിൽക്കുന്ന മകളെ എനിക്ക് തരികയും ചെയ്തു. ഇത്രയും എൻ്റെ കണ്ണുനീര് മാറ്റിയ ദൈവത്തിന് കോടാനുകോടി നന്ദി. യേശു ക്രിസ്തുവിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞങ്ങൾ രണ്ടുപേരിൽ എൻ്റെ ഭാര്യ ഒരു ഹിന്ദു ആയിരുന്നു. എനിക്കാണെങ്കിൽ ദൈവവിശ്വാസം തീരെ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിച്ചു വരികയായിരുന്നു. സർക്കാർ സർവീസിൽ ഭേദപ്പെട്ട ഉദ്യോഗസ്ഥരാണ് രണ്ടുപേരും. പക്ഷേ പല സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ജാമ്യം നിന്ന് ശമ്പള റിക്കവറി തുടങ്ങി വളരെ വർഷക്കാലം ധാരാളം കടങ്ങൾ വന്ന് എൻ്റെ താമസിച്ചിരുന്ന വീട് വിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി. വീട് വിൽക്കുകയും ഉണ്ടായിരുന്ന വസ്തുവകകളെല്ലാം വിൽക്കുകയും കാറ് തുടങ്ങിയ വാഹനങ്ങൾ വിൽക്കുകയും ചെയ്യേണ്ടി വന്നു. എന്നിട്ട് വാടക വീട്ടിലായി താമസം. വാടക വീട്ടിൽ താമസിക്കുമ്പോഴും ശമ്പള റിക്കവറി കാരണം ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ, രണ്ടുപേരും ഉദ്യോഗസ്ഥരാണെങ്കിലും നിത്യവൃത്തിക്ക് മാർഗമില്ലാതെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മകൾക്ക് പെട്ടെന്ന് ഒരു വയറുവേദനയുണ്ടായി. ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പരിശോധിച്ച് സ്കാൻ ചെയ്ത് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രി 9 മണിയായപ്പോൾ സിസ്റ്റർ ഫോണിലൂടെ ഞാൻ വിളിച്ച്, അതിനു മുൻപ് ഞാൻ ഇവിടെ വരുന്നത് വിശ്വാസമില്ലായിരുന്ന ഞാൻ ഈ ആലയത്തിൽ എൻ്റെ ഒരു റിട്ടയർ ചെയ്ത ജുഡീഷ്യൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം ഞാൻ ഇവിടെ വന്നു. വന്ന അന്ന് മുതൽ എനിക്ക് മനസമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മകൾക്ക് പെട്ടെന്ന് അസുഖം വരുന്നത്. ഞാൻ ആശുപത്രിയിൽ വച്ച് സിസ്റ്ററെ ടെലിഫോണിലൂടെ വിളിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനൊന്നും സംഭവിക്കുകയില്ല, ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞു. രാത്രി 9 മണിയായപ്പോൾ കുട്ടിയെ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അരികെ ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല, മയങ്ങിപ്പോയി. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി കരയാതിരിക്കുകയും ചെയ്തു. രാവിലെ 5 മണിയായപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ മകൾ സമാധാനമായി കിടന്നുറങ്ങുന്നു. 6 മണിക്ക് ഡ്യൂട്ടി ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുന്നില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസമായില്ല. ഞങ്ങൾ വീണ്ടും ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ചീഫ് ഡോക്ടർ വന്ന് 7 മണിക്ക് പരിശോധിച്ചു, വീണ്ടും നോക്കി, സ്കാനിങ് റിപ്പോർട്ട് നോക്കി. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ അപ്പൻഡിസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കാണുന്നു, പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വളരെ അത്ഭുതകരമായി മകളുടെ അസുഖം സിസ്റ്ററോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം സുഖമായി. എന്നിട്ടും ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരിക്കെ ഒരു ഞായറാഴ്ച ദിവസം ഇവിടെ ആരാധനയിൽ ഇരിക്കെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ലൊക്കേഷൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്, ഇന്ന ഭാഗത്തിരിക്കുന്ന ബ്രദറിന് സർവവും നഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളരെ നിന്ദിതനായി കഴിയുന്ന ഒരു ബ്രദറിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഭവനം നഷ്ടപ്പെട്ട ബ്രദറിന് 6 മാസത്തിനകം സ്വന്തമായി ഒരു ഭവനം ലഭിക്കും എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 6 മാസത്തിനകം തന്നെ തിരുവനന്തപുരത്ത് സ്വന്തമായി ഒരു ഭവനം എത്തുവാൻ സാധിച്ചു. കൂടാതെ ഇപ്പോൾ വീണ്ടും 2 ഭവനങ്ങൾ കൂടെ വാങ്ങി സ്വന്തമായി ഇപ്പോൾ 3 ഭവനം സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ ആലയത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത്രയും അത്ഭുതകരമായ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
അങ്ങനെ ഒരു നിരീശ്വരവാദിയായിരുന്ന ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷമാണ് ഇത്രയും അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത യേശുക്രിസ്തുവിന് കോടാനുകോടി സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എളിയവളായ എനിക്ക് വീണ്ടും ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന വചനത്താൽ ശ്രേഷ്ഠ ദൈവ മക്കളുടെ മധ്യേ ഭാവിയായ എനിക്ക് സാക്ഷീകരിക്കുവാൻ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച കൃപയ്ക്കായി ഞാൻ സ്തോത്രം പറയുന്നു. ഞാൻ ആദ്യമായി സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവ് വിദേശത്തായിരിക്കുന്നു. അനേക നാളുകളായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മലയാളിയുടെ കയ്യിൽ മുൻകൂറായി അഡ്വാൻസായിട്ട് കുറച്ച് കാശ് കൊടുത്ത് ഒരു ഫ്ലാറ്റിൽ അവിടെ വാടകയ്ക്ക് താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മാസം തോറും കൃത്യമായി വാടക കൊടുക്കുകയും അവിടെ താമസിച്ചിരുന്നു. എന്നാൽ ഈ മലയാളി അറബിയുടെ കൈക്ക് ആ പൈസ ഏൽപ്പിക്കാതെ വർഷങ്ങളോളം കുടിശ്ശികയായിട്ടിട്ട് ഒരു ദിവസം ഈ മലയാളി നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അവിടെ താമസിച്ചിരുന്നത്, ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് 14 പേരുണ്ടായിരുന്നു. എന്നാൽ ആർക്കും അറിയുവാൻ പാടില്ല ഇയാൾ എവിടെയാണ് പോയതെന്ന്. ഒരു ദിവസം അറബി ആ ഫ്ലാറ്റിലേക്ക് കടന്നു വന്നു ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ വൈകുന്നേരം 9 മണിക്ക് മുൻപായിട്ട് ഇവിടെ ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇത്രയും കുടിശ്ശിക തുക നിങ്ങൾ ഇവിടെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൂടെ താമസിച്ചിരുന്നവരെല്ലാവരും അന്ന് തന്നെ റൂം മാറുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ എൻ്റെ ഭർത്താവ് പെട്ടെന്ന് എന്നോട് ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു, ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ റൂം മാറാൻ എനിക്കൊരു നിവർത്തിയുമില്ല, അത് മാത്രമല്ല ഇത്രയും രൂപ കൊടുക്കണമെന്ന് വെച്ചാൽ അതും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊരു സമാധാനവുമില്ല. ഞാൻ അന്ന് തന്നെ സിസ്റ്ററിനോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു. 9 മണിക്ക് തന്നെ ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യപ്പെടുക, അത് നിങ്ങളുടെ ഭർത്താവിന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ 9 മണി ആയതായ സമയത്ത് അറബി ആ സ്ഥാനത്ത് വരികയും എൻ്റെ ഭർത്താവിനെ വിളിച്ചത് ഉടനെ തന്നെ വാടക ചീട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. വലിയവനായ ദൈവം ഇത്രയും അത്ഭുതം പ്രവർത്തിച്ചത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. അതിനോടൊപ്പം എന്നെ അടുത്തതായി ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ പൈതലിന് വേണ്ടിയാണ്. എൻ്റെ ഇളയ പൈതൽ, അവൾക്ക് 2 വയസ്സ് പ്രായം മുതൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ അനേക ആശുപത്രികൾ ഞാൻ കയറി ഇറങ്ങി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരന്തരം ഞാൻ അവിടെ മിക്കവാറും ദിവസം അവിടെ ഏകയായിട്ട് ഞാൻ എൻ്റെ പൈതലുമായിട്ട് കടന്നു പോകും. ഓരോ ആശുപത്രിയിൽ നിന്നൊക്കെ മാറി മാറി അവർ അവിടെ വിട്ട് അനേക ടെസ്റ്റുകൾ നടത്തി. എന്നാൽ ഏതൊരുവിധ കാരണവും അവർ കണ്ടുപിടിച്ചില്ല. അർദ്ധരാത്രി സമയം ഞാൻ ഈ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നതായ സമയത്ത് എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോകുമ്പോൾ അവർ അതോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. വളരെ ഭാരപ്പെട്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു. എന്നാൽ ആ സമയത്താണ് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഒരു സഹോദരി എന്നോട് അറിയിച്ചത്. ഞാനിവിടെ കടന്നു വന്ന് നാളുകളോളം ഞാനിവിടെ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ എല്ലാ പ്രാവശ്യവും മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ കുഞ്ഞിനെ കയറ്റുകയും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവർ അതിനകത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കുഞ്ഞ് അബോധാവസ്ഥയിൽ വളരെ ഭാരത്തോട് അബോധാവസ്ഥയിൽ കൊണ്ടുവരുന്ന അവസ്ഥയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ഞാൻ ദൈവസന്നിധിയിൽ ഭാരപ്പെട്ട് ഞാനിവിടെ കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ബ്രദർ പ്രാർത്ഥനയുടെ മധ്യേ വിളിച്ചു പറഞ്ഞു, മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒഴുകുന്ന ബ്ലഡ് കാരണത്താൽ ഇവിടെ ഭാരപ്പെടുന്ന അനേക പൈതങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിക്കുന്നു എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, അന്നേ ദിവസം തന്നെ എൻ്റെ പൈതലിന് ഇന്ന് വരേക്കും, ഇപ്പോൾ അവൾക്ക് 17ാമത്തെ വയസ്സാണ്, ഇതുവരേക്കും ആ ബ്ലഡ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് വരികയും എനിക്ക് ഒന്നും ഓർമ്മയില്ലാതെ ഞാൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്നവർ എന്നെ വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് അവർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ അനേക ഡോക്ടർമാർ എന്നെ മാറി മാറി ചെക്കപ്പ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞതായ മരുന്നുകളൊക്കെയും കഴിച്ചു. എന്നാൽ കുറവില്ല. വീണ്ടും അവർ ടെസ്റ്റിന് വേണ്ടി പോകാൻ പറഞ്ഞതായ ഡേറ്റിലൊക്കെയും ഞാൻ പോയി ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു,
ലിവറിന്റെ ഭാഗത്ത് ബ്ലോക്ക് കാണുന്നുവെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് വലിയൊരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ ഭാരപ്പെട്ടു. അതിനു വേണ്ടി കുറച്ച് പൈസ കൂടുതൽ അധികമായിട്ട് അവർ പറഞ്ഞിരുന്നു. ആ പൈസയുമായിട്ട് 3 ദിവസം 3-ന്റെ അന്ന് മെഡിക്കൽ കോളേജിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഭാരത്തോടെ വന്ന് ഞാൻ അന്ന് തന്നെ രാത്രിയിൽ സിസ്റ്ററോട് ഞാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ അവസ്ഥയെ ഞാൻ പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു, ധൈര്യപ്പെടുക, നിങ്ങളുടെ അസുഖമെല്ലാം ദൈവോട് കർത്താവെടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ 3-ന്റെ അന്ന് രാവിലെ ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയും എന്നെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ കടന്നു പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നതായ ഏതൊരുവിധ പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നില്ല, ഭവനത്തിലേക്ക് പോകാൻ. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു മരുന്നും കഴിക്കാതെ എൻ്റെ വലിയവനായ ദൈവം അത്ഭുതകരമായിട്ട് എൻ്റെ കുടുംബമായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 1970-78 കാലയളവിൽ എനിക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കേഴ്ചൽ തൊഴിലാളിയായിട്ട് ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം 78 പിരിച്ചുവിട്ടു. അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 1992 സ്ഥിര നിയമനം കിട്ടി. 2002 മിനിമം പെൻഷൻ അർഹതയോടുകൂടി വിരമിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ മുൻകാല സർവീസിന് വേണ്ടി ഗവൺമെന്റിനെ സമീപിച്ചു. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, 30 വർഷത്തേക്ക് മുൻപേ ഉള്ള നിങ്ങളുടെ സർവീസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾക്ക് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്താൻ മറ്റ് രേഖകളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ സർവീസ് തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അനേകം വാതിലുകൾ കയറി മുട്ടി, എനിക്ക് ആശ്വാസം കിട്ടിയില്ല. അവസാനം ഞാൻ ലോകായുക്ത കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 1 വർഷം തികഞ്ഞപ്പോൾ എനിക്ക് 8 വർഷത്തെ സർവീസ് തരുവാൻ വേണ്ടി ദൈവം എന്നെ അനുവദിച്ചു. കോടതി ഒരു വിധി ഉണ്ടായി. ആ കോടതി വിധിയും ഡിപ്പാർട്ട്മെന്റ് മാനിക്കാതെ 1 വർഷം 10 ദിവസം വരെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നു. ഞാൻ ഈ 1 വർഷം 10 ദിവസത്തിനിടയിൽ അനേകം മാസങ്ങൾക്കുള്ളിൽ ഈ ഓഫീസിൽ കയറി ഇറങ്ങി എനിക്ക് വേണ്ടി ഞാൻ കേണപേക്ഷിച്ചു. അവരെ പൂർണ്ണമായിട്ട് തരൂല്ല എന്ന് എന്നെ ഉറപ്പ് പറഞ്ഞു. എന്റെ കേസ് വാദിച്ച ചേംബറിലെ ഉദ്യോഗസ്ഥന്മാർ അവരും പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ട് സ്വാധീനിച്ച് നിങ്ങൾ നേടുക എന്ന് അവരും പറഞ്ഞു ഒഴിയേണ്ട ഒരു സ്റ്റേജിൽ വന്നു. കാരണം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും എനിക്ക് തരൂല എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു. എന്റെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയാലേ AG ഓഫീസിൽ നിന്ന് എനിക്ക് ക്യാഷ് തരുതുള്ളൂ. അവസാനം പൂർണ്ണമായി 100% കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പ് വന്നതിന് ശേഷം ഞാൻ ഒരു ദിവസം ആരാധനയ്ക്ക് വന്നതിന്റെ പിറ്റേന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റർ വിളിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ആ ആഴ്ചയിൽ തന്നെ എന്റെ കേസിന്റെ വിചാരണയായിരുന്നു. കോടതി ആ വിചാരണയ്ക്ക് ഒരു ഉത്തരവിട്ടു. 1 വർഷം 10 ദിവസമായിട്ടും കൊടുക്കാത്ത കാരണം വകുപ്പ് മേധാവി അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിലുള്ള മനുഷ്യൻ കോടതിയിൽ ഹാജരായി 1 മാസത്തിനുള്ളിൽ ഹാജരായി കാരണം ബോധിപ്പിക്കാനായിട്ട് ഒരു ഉത്തരവിട്ടു. അത് ദൈവം പ്രവർത്തിച്ച ആ ഉത്തരവിട്ടത്. സിസ്റ്ററിന്റെ പ്രാർത്ഥന ഒരു സ്ഥലത്തല്ല, എല്ലാ സ്ഥലത്തും കറണ്ട് പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് തരൂല്ല എന്ന് വാശി പിടിച്ച ഉദ്യോഗസ്ഥൻ 1 മാസത്തിനുള്ളിൽ എനിക്ക് അർഹതപ്പെട്ട കോടതി വിധിച്ച അർഹതപ്പെട്ട സർവീസ് എന്റെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുകയും എനിക്ക് തരാനുള്ള അരിയേഴ്സ് മൊത്തവും ഈ 1 മാസത്തിനുള്ളിൽ തന്ന് എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ആ തന്നതിന് ശേഷം കോടതിയിൽ ഈ മനുഷ്യൻ ഹാജരാകുകയും ചെയ്തു. അതിനുശേഷം കോടതിയിൽ ഹാജരായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ഞങ്ങൾ തടസ്സക്കാരല്ല, അത് AG ഓഫീസിലാണ് തടസ്സമാണെന്ന് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന് 8 വർഷത്തെ സർവീസ് ഇല്ല, 6 വർഷത്തെ സർവീസ് ഉള്ളൂ എന്ന്. അങ്ങനെ എനിക്ക് 16 വർഷത്തെ സർവീസ് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. കൂടാതെ ഞാൻ 2.5 വർഷം ഈ കേസുമായിട്ട് പിന്നിട്ട് നടക്കുകയായിരുന്നു. ഈ 2.5 വർഷവും കേസ് പറഞ്ഞിട്ടും ഫീസ് ഇനത്തില് എന്റെ നിന്ന് 1 പൈസ പോലും ഈ സാറന്മാർ എന്റെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു ദിവസം ഫീസായിട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് മറുപടി പറഞ്ഞത്, നിങ്ങളുടെ ഫീസ് എനിക്ക് ആവശ്യമില്ല,
നിങ്ങൾ ഈ പീസ് കയ്യിലെടുക്കുക, ഞങ്ങൾക്ക് വാങ്ങേണ്ട ആൾക്കാർ വരും, അങ്ങനെയുള്ളവരൊന്നും ഞാൻ വാങ്ങിക്കൊള്ളാം, നിങ്ങളുടെ പീസ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ദൈവം അവിടെയും പ്രവർത്തിച്ചു. കൂടാതെ ഞാൻ തമിഴ്നാട്ടിൽ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു ജോലിയുണ്ട്. ഞാൻ ഉദ്ദേശം സാർ പറഞ്ഞതുപോലെ 100-300 കിലോമീറ്ററിന് അകലിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ എന്നെ ദൈവം അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. 62 വർഷമായിട്ടും ഞാൻ ഇന്ന് വരെ സൈക്കിൾ യാത്രയാണ്. ഞാൻ ഈ ആരാധനയ്ക്ക് രാത്രി 1 മണിക്ക് 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 8 മണിക്ക് 8:30 മണിക്ക് നേറ്റങ്കര വരണമെങ്കിൽ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഒക്കെയുള്ളൂ. സൈക്കിൾ യാത്രയായിരുന്നു. ഒരു കയ്യിൽ സൈക്കിളും ഒരു കയ്യിൽ ടോർച്ചുമായിട്ടാണ് ഞാൻ 8 കിലോമീറ്റർ യാത്ര ചെയ്ത ബസ് സ്റ്റാൻഡിൽ വരുന്നത്. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കെ ഈ കഴിഞ്ഞ 1 മാസത്തിന് മുൻപേ 2 മാസത്തിന് മുൻപേ ഞാൻ ആരാധനയ്ക്ക് വന്നപ്പോൾ ഞാൻ ഒരു ബൈക്കിന് വേണ്ടി ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടു, എനിക്കൊരു വാഹനം വേണമെന്ന്. അതേ ആഴ്ചയിൽ തന്നെ എനിക്കൊരു വാഹനം തന്ന് ദൈവം അനുഗ്രഹിച്ച് എന്നെ ആശീർവദിച്ചിരിക്കുന്നു. മുഖത്തോട്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. എന്റെ ഭർത്താവ് 2 പ്രാവശ്യം വിദേശത്ത് പോയി വളരെ ശമ്പളമൊന്നും കിട്ടാതെ വളരെ നിരാശനായി മടങ്ങി വന്നു. 3-ാം പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതേ രീതിയായിരിക്കുമെന്ന് വളരെ വേദനയായിരുന്നു. ഞാൻ പോകുന്ന തലേ ദിവസം സിസ്റ്ററിന് പ്രാർത്ഥന അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യമേരിക്കുക, ദൈവം കൂടെ ഉണ്ട്, അനുഗ്രഹിക്കുന്നേ. അതിനും പ്രകാരം നല്ലൊരു കമ്പനി കിട്ടി, ശമ്പളം എല്ലാം കിട്ടി. 8 മാസം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കമ്പനിയിലെ എല്ലാ ആൾക്കാരെയും പിരിച്ചുവിട്ടു. പക്ഷെ എന്റെ ഭർത്താവിനെ മാത്രം അവിടുത്തെ മെയിൻ ആളാക്കിക്കൊണ്ട് ഇന്ന് ജോലി ചെയ്ത് സുഖമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് കൂടാകൂടെ നന്ദി പറയുന്നു. 2ാമത് സാക്ഷി പറയുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ അമ്മയ്ക്ക് പ്രഷർ തലക്കേറി കയ്യും കാലം തടഞ്ഞ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ ആശുപത്രിയിൽ ഇരുന്നുകൊണ്ട് സിസ്റ്ററിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. എന്നിട്ട് പറഞ്ഞു അമ്മയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന്. അമ്മയുടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അതുപോലെ പറയാൻ പറഞ്ഞു. എപ്പോഴും അമ്മ സിസ്റ്റർ പറഞ്ഞു കൊടുത്തു. ആ നിമിഷം കൊണ്ട് അമ്മയ്ക്ക് സംസാരശേഷിയും ഒരു കുഴപ്പമില്ല തിരിച്ചു കിട്ടി. മാത്രമല്ല ഡോക്ടർമാർ പറഞ്ഞു ഈ അസുഖം ഭേദമായാലും എന്തെങ്കിലും അംഗവൈകല്യത്തോടെ തിരിച്ചു കിട്ടുള്ളൂ എന്ന്. ഇതിന്റെ വലിയവനായ ദൈവം അത്ഭുതം ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ പഴയതുപോലുള്ള ആരോഗ്യമെല്ലാം തിരിച്ചു വന്ന് ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിനെ കൂടാകൂടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി നിർമ്മിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ഒരു അത്ഭുതത്തെ കുറിച്ചാണ്. ഞാൻ എൻ്റെ ഹാൻഡേവ് കുടുംബത്തിൽ പിറന്നതായിരുന്നു. എൻ്റെ ആദ്യത്തെ കുഞ്ഞ് അബോഷനായി പോയി. ഞാൻ വളരെയധികം ഭവനത്തിൽ കാണപ്പെട്ടു. അങ്ങനെ ഞാൻ സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. വലിയവനായ ദൈവം ഒരു ആൺ തലമുറയെ തന്നെ അനുഗ്രഹിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഒരു സാക്ഷിയായി നിർത്തിയ ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. എൻ്റെ മകന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അത്ഭുത സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുന്നത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം എൻ്റെ മകൻ കസേരയിൽ നിന്ന് തറയിൽ വീഴുകയുണ്ടായി. വീഴ്ചയുടെ ആഘാതത്താൽ തലയുടെ പിൻഭാഗത്ത് ഒരു വലിയ മുഴയുണ്ടായി. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അതിന് പുറത്ത് മരുന്ന് പുരട്ടുവാൻ തന്നു. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ആ നീര് കുറഞ്ഞു വന്നു. എന്നാൽ അവസാനം ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഒരു നീര് അവശേഷിച്ചു. കുറച്ച് ദിവസങ്ങളൊക്കെ മരുന്ന് പുരട്ടിയെങ്കിലും അത് സൗഖ്യം കണ്ടില്ല. എങ്കിലും വേദന ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് കാര്യമാക്കി എടുത്തില്ല. ഏകദേശം 2 വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഭാഗത്തിലെ നീര് പഴുപ്പും രക്തവും അതിൽ നിന്ന് ഒലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാണിച്ചു. അവിടെ ഡോക്ടർ കുറച്ച് ദിവസം മരുന്നുകൾ തന്നു, ഫലമുണ്ടായില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, എങ്കിലേ സുഖം ഉണ്ടാവുകയുള്ളൂ എന്ന്. എന്നാൽ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ മടി കാരണം അത് ഓപ്പറേഷൻ ചെയ്തില്ല. വീണ്ടും ഇതിന്റെ അവസ്ഥ വളരെ രൂക്ഷമായി വന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ വീണ്ടും ആ ആശുപത്രി തന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾ നേരത്തെ വന്ന കാര്യമൊന്നും ആ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ല. ആ ഡോക്ടറും കുറച്ച് ദിവസം ഗുളികകൾ തന്നു, ഒരു ഫലമുണ്ടായില്ല. അവസാനം ആ ഡോക്ടറും പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എന്തായാലും ഓപ്പറേഷൻ ചെയ്യാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ അനസ്തേഷ്യ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം ഓപ്പറേഷനായി കടന്നു വരാമെന്ന തീരുമാനത്താൽ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾക്ക് ആ ഓപ്പറേഷൻ ചെയ്യാൻ ഭയങ്കര ഭയമുണ്ടായി. അത് നിമിത്തം പിറ്റേ ദിവസം ഞങ്ങൾ ഓപ്പറേഷന് കൊണ്ടുപോയില്ല. എങ്കിലും ആ നീരിനൊരു വ്യത്യാസമുണ്ടായില്ല. അതിൽ നിന്ന് ഈ പഴുപ്പും നീരും എപ്പോഴും ഒലിച്ചുകൊണ്ടേയിരുന്നു. സ്കൂളിൽ പോകുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വീണ്ടും ഏകദേശം ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ വീട്ടിൽ പോയി കാണിച്ചു. ആ ഡോക്ടറും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവസാനം ആശുപത്രിയിൽ കൊണ്ടുവരണം, ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു.
അപ്പം ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താൻ ഭയങ്കര മടി, പേടിയാണ്. കാരണം എന്നാൽ ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് സൗഖ്യവും വേണം. അങ്ങനെ ഞങ്ങൾ വളരെയധികം വേദനയോടുകൂടെ ഭാരത്തോടുകൂടെയാണ് 2009 ഡിസംബർ മാസം വ്യാഴാഴ്ച ആരാധനയിൽ പങ്കെടുത്തത്. അന്ന് സിസ്റ്ററാണ് ആരാധന നടത്തിയത്. ആരാധനയുടെ അവസാനം സിസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനാ സമയത്ത് അത്ഭുതകരമായിട്ട് ദൈവം എൻ്റെ മകനെ തൊട്ടു, പരിപൂർണ സൗഖ്യം കൊടുത്തു. ഇന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ ഭാഗത്ത് അങ്ങനെ ഒരു നീരുണ്ടായിരുന്നു എന്നുള്ള ഒരു പാട് പോലും അവശേഷിപ്പിക്കാതെ എൻ്റെ വലിയവനായ ദൈവം പരിപൂർണ സൗഖ്യം തന്നു. ആ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിന്ന് വിരമിച്ചോളൂ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ചതിനോർത്ത് ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അങ്ങനെ വളരെ ഭാരത്തോടെ 2009 മാർച്ച് മാസം സെക്കൻഡ് സാറ്റർഡേ ഉള്ള ആരാധനയിൽ ഞാൻ കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്തു. ആ ആരാധന മധ്യേ ബ്രദർ പ്രാർത്ഥനാ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 2 വ്യക്തികൾ കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്തോടെ വിഷമിക്കുന്നുണ്ട്, അവർക്ക് ഉടനെ തന്നെ ദൈവം മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ അതിലൊരാൾ ഞാനായിരിക്കണേ എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, അതിലൊരാൾ ഞാനായിരുന്നു. അടുത്ത മാസം ഞാൻ പ്രഗ്നൻ്റായി. ദാനമായി എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിൽ മുഴ വളരുകയാണെന്ന്. മുഴ വളരുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അടുത്ത ചെക്കപ്പിന് പോകുന്നതിന് മുമ്പേ നമ്മൾ സിസ്റ്ററോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് ദാ തൊട്ട് സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മയ്ക്ക് സൗഖ്യമായി. പിറ്റേ ദിവസം ചെക്കപ്പിന് പോയപ്പോൾ യൂട്രസിൽ മുഴ ഒന്നും വളരുന്നില്ല എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അടുത്ത സാക്ഷ്യം പറയുന്ന അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അമ്മയ്ക്ക് 2 വർഷക്കാലമായി കാലിൽ അഴല് കാരണം വെളിയിലൊന്നും ഇറങ്ങാൻ കഴിയില്ലായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ആരാധനമത്തെ ബ്രദർ വിളിച്ചു പറയുകയുണ്ടായി, അലർജി കാരണം വെളിയിലിറങ്ങാൻ കഴിയാത്ത അനേകരെ കർത്താവ് ദാ തൊടുന്നുവെന്ന്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് സൗഖ്യമായി. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് 1000 നന്ദി പറഞ്ഞ് സാക്ഷി നോക്കി. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്കാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസം 13-ാം തീയതി രാവിലെ എണീറ്റപ്പോൾ എനിക്ക് പൊടുന്നനവേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. വീണ്ടും ഞാൻ കിടന്നിട്ട് എണീറ്റിട്ടും എനിക്ക് കണ്ണ് കണ്ടുകൂടാ. ഞാൻ തപ്പിത്തടഞ്ഞൊരു കുരുടിയെ പോലും നടന്നു. ഒരാഴ്ചയോളം പല ഡോക്ടേഴ്സിനെയും കാണിച്ച് ചികിത്സ ചെയ്തു. എന്നിട്ടും ഒരു ഫലമുണ്ടായില്ല. ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. കുരുടനായ ഭർത്തിമായിക്ക് കാഴ്ച കൊടുത്ത കർത്താവ് എനിക്കും കാഴ്ച എന്നെ സൗഖ്യമാക്കി. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത കർത്താവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിർത്തിയ വലിയനായ യേശുവിന് നന്ദി പറയുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. 2009 മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ എൻ്റെ മകളും എഴുതുകയുണ്ടായി. ആ പരീക്ഷയിൽ ഒരു റാങ്ക് കിട്ടി. എന്നാൽ MBBS ഉള്ള ഓപ്ഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. എന്നാൽ ആദ്യത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ MBBSനുള്ള അഡ്മിഷൻ കിട്ടിയില്ല. സാരമില്ല, അടുത്ത അലോട്ട്മെന്റിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ 2ാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരുന്നു. 2ാമത്തെ അലോട്ട്മെന്റിലും ലഭിച്ചില്ല. ഇനി ഫൈനൽ ഒരേ ഒരു അലോട്ട്മെന്റ് ഉള്ളൂ. എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാനങ്ങനെ പോളിയോ ഹോമിലെ ആരാധന കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അലോട്ട്മെന്റിന് തൊട്ട് മുമ്പുള്ള ചൊവ്വാഴ്ചത്തെ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ മോളുമായി ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ബ്രദറും സിസ്റ്ററും പ്രാർത്ഥിച്ചിട്ട് ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദർ ധൈര്യമായിട്ട് പോകൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ധൈര്യമായി. അതുവരെ ഞാൻ ഭാരത്തോടെ ഇരുന്ന എനിക്ക് ബ്രദറിൻ്റെ ഒരു വാക്ക് എനിക്ക് വളരെ ആശ്വാസം പകർന്നു. ഞങ്ങൾ അങ്ങനെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവസാനത്തെ അലോട്ട്മെന്റ് വന്നു. അവസാനത്തെ അലോട്ട്മെന്റിൽ ഏറ്റവും അവസാനത്തെ സീറ്റ്
കർത്താവ് മകൾക്ക് നൽകി, MBBS സീറ്റ് നൽകി. അങ്ങനെ 2009 ഏറ്റവും അവസാനത്തെ MBBS സീറ്റ് ലഭിച്ചത് എൻ്റെ മോൾക്കാണ്. എന്നാൽ 2010 കേരള യൂണിവേഴ്സിറ്റി നടത്തിയ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ഇതുപോലെ പോളിയോ ഹോമിലെ ആരാധന കഴിഞ്ഞിട്ട് ബ്രദറിനെയും സിസ്റ്ററിനെയും പോയി കണ്ടു. പരീക്ഷ എഴുതാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ഈ മകൾക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2009 ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് MBBS വിദ്യാർത്ഥിയായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടിക്ക് പഠിക്കുന്ന ആ കോളേജിൽ മോളേക്കാൾ ഉയർന്ന റാങ്കിൽ അഡ്മിഷൻ ലഭിച്ച 12 കുട്ടികൾ പരാജയപ്പെട്ടു. 28 കുട്ടികൾ സെക്കൻഡ് ക്ലാസ്സുകാരായി മാറിയപ്പോൾ എൻ്റെ മോൾക്ക് കർത്താവ് ഉന്നത ഫസ്റ്റ് ക്ലാസ് നൽകി അനുഗ്രഹിച്ചു. ഇത്രമാത്രം അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഇക്കഴിഞ്ഞ എൻട്രൻസ് പരീക്ഷ എഴുതുകയുണ്ടായി. എന്നാൽ എനിക്ക് പരീക്ഷ വളരെ പ്രയാസകരമായിരുന്നു. ജയിക്കുമെന്ന് പോലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ സെക്കൻഡ് സാറ്റർഡേ ആരാധനയ്ക്ക് കടന്നു വന്നത്. എന്നാൽ പ്രാർത്ഥനാ മധ്യേ സിസ്റ്റർ ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി: നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്രകാരം തന്നെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിടത്ത് വീട്ടിനടുത്തുള്ള കാരക്കോണം മെഡിക്കൽ കോളേജിൽ തന്നെ, അതും മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ നേടുവാൻ ദൈവം സഹായിച്ചു. ഇത്രയധികം നന്മ ചെയ്ത് ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ഒരുമിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഈ ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്ത വൻകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വളരെ ഭാരത്തോടെ ഞാൻ ഈ ആരാധനയിൽ കടന്നു വരാറുണ്ടായിരുന്നു. 2003 ജൂലൈ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിൽ ഞാൻ പുറത്തെ ഹാളിൽ മധ്യത്തിലായിട്ടിരിക്കുകയായിരുന്നു. ആ സമയം ആരാധന മധ്യേ ബ്രദർ ആത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയുകയുണ്ടായി: മക്കളില്ലാതെ ഭാരപ്പെടുന്ന 2 യുവതികളെ കർത്താവ് ഇപ്പോൾ തന്നെ തൊട്ട് ഈ മാസം തന്നെ അവർ ഗർഭിണിയാകാൻ പോവുകയാണെന്ന് വിളിച്ചു പറയുകയുണ്ടായി. അതേ മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നന്റ് ആകുവാൻ എനിക്ക് ഇടയാകി. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവം നൽകിയിരിക്കുന്നു. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരന് വേണ്ടിയാണ്. ഇയാൾ 10 വർഷം വരെ മസ്കറ്റിലായിരുന്നു. അവിടെ വർക്ക്ഷോപ്പ് ജോലിയായിരുന്നു. ഒരു ദിവസം രാവിലെ വേണിയിട്ട് ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് തല ചുറ്റി വീഴുകയും അവിടെ നിന്ന് കൂടെ ജോലി ചെയ്യുന്നവർ മറ്റുള്ളവർ കൂടി ചേർന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവർ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോഴും അപ്പം ഇയാൾക്ക് കൊളസ്ട്രോള്, BP, ഷുഗർ, ഇങ്ങനെ ഷുഗറൊക്കെ വളരെ ഹൈ ആയി ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് മാത്രമല്ല ആ വീഴ്ചയിൽ തന്നെ ഡോക്ടർ പറഞ്ഞ് ഒരു അറ്റാക്ക് കഴിഞ്ഞാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്, ഇവിടെ കൊണ്ടുവന്നതാണെന്ന്. ആ വീഴ്ചയിൽ തന്നെ ഒരു അറ്റാക്ക് കഴിഞ്ഞു എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. അങ്ങനെ ഏകദേശം അവിടെ ട്രീറ്റ്മെന്റ് തന്നെ പല ട്രീറ്റ്മെന്റുകളും ടെസ്റ്റുകളൊക്കെ നടത്തി ഏകദേശം 1 ലക്ഷം രൂപയോളം തന്നെ അവിടെ ചെലവായി. എന്നിട്ടും അസുഖങ്ങളൊന്നും മാറിയില്ല. അപ്പം ഇയാളൊരു ഹൈന്ദവ കുടുംബത്തിലെ അംഗമാണ്. കുടുംബ കോവിലും ക്ഷേത്രവും. ഇപ്പം ഈ 10 വർഷം കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിലുള്ള വലിയ കാര്യങ്ങളും അതിൽ അധ്വാനിക്കുന്നതിൽ ഒരു നല്ല ഫലവും ക്ഷേത്രത്തിലേക്ക് വേണ്ടി മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി. അപ്പം ആ വിളിച്ച ദൈവങ്ങൾ അവിടുത്തെ ഇയാൾ പ്രാർത്ഥിച്ചു. ഇയാൾക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. വളരെ ബുദ്ധിമുട്ടും പ്രയാസമായി. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇയാൾക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സ ചെയ്യുകയാണെങ്കിൽ കണ്ടമാനം ഒരുപാട് കാശ് നിങ്ങൾക്കാവും, ലക്ഷങ്ങളാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ കയറ്റി വിടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരെ ഡിസ്ചാർജ് ചെയ്തു. റൂമിൽ വന്നു. മറ്റുള്ളവർ ജോലിക്ക് പോയപ്പോൾ ഇയാൾ കിടപ്പിലാണ്. അങ്ങനെ ഇയാൾ അങ്ങനെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, ഞാൻ വിളിച്ച ദൈവങ്ങളെല്ലാം എന്നെ കൈവിട്ടു. ഞാൻ ഇനി
ജീവിച്ചിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാൻ ഇൻസുലിനും മരുന്നും ട്രീറ്റ്മെന്റുമായിട്ട് ജീവിതകാലം മുഴുക്ക ഞാനിങ്ങനെ നിരാശയിലാവും, ഞാൻ നിത്യമായിട്ട് ഞാനൊരു രോഗിയായി തീരും, എന്നെ കൊണ്ട് ഇനി ആൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല, അതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് അങ്ങനെ തീരുമാനിച്ചു. വലത് കൈയിലെ ഞരമ്പ് കട്ട് ചെയ്ത് മുറിച്ച് അങ്ങനെ ബ്ലഡ് ധാരാളം പോയി. പിന്നെ അങ്ങനെ വളരെ അബോധാവസ്ഥയിലായിരുന്നു. കൂടെ മറ്റുള്ള ജോലിക്കാർ ഒന്ന് കണ്ടു, വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും അവർ ഡോക്ടർ പറഞ്ഞ് ഇയാളെ പെട്ടെന്ന് നാട്ടിലയക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവർ ഫ്ലൈറ്റിൽ മറ്റുള്ളവരാരും കൂടി ചേർന്ന് നേരെ നാട്ടിലേക്ക് അയച്ചു. ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ പ്രഗത്ഭരായ ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ കിടന്ന കിടപ്പിൽ തന്നെ ഇയാൾക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വളരെ ബുദ്ധിമുട്ട്. 1 മാസങ്ങളോളം പിന്നെ കിടന്ന കിടപ്പിൽ എണീക്കില്ലായിരുന്നു, മരുന്നിന് തന്നെ നല്ലൊരു തുക വേണ്ടി വരുമായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ കർത്താവിന് എല്ലാം കഴിയും, യേശു കർത്താവിന് എല്ലാം കഴിയും. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിന് അംഗമായിരുന്നു. ഞാൻ വളരെ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്നത്. എൻ്റെ ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. എൻ്റെ സകല രോഗത്തെ സൗഖ്യമാക്കിയ ദൈവം എനിക്കിന്ന് കർത്താവിൻ്റെ കൃപയിൽ 1 രൂപ പോലും മരുന്നിന് കൊടുക്കണ്ട, നിങ്ങളെയും സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ആ ഉറപ്പ് കൊടുത്ത് ഇനി യാതൊരു കാരണവശാലും ആത്മഹത്യക്ക് ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു സെക്കൻഡ് സെറ്റ് ആരാധനയിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസത്തോടു കൂടെ തന്നെ ആ വിശ്വാസത്തോടു കൂടി ഞാൻ ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ കൂട്ടായ്മയിൽ നമുക്ക് പ്രയർ കാളിൽ പോകാം. ആ വിശ്വാസത്തോട് തന്നെ അന്ന് മരുന്നൊന്നും കഴിക്കാതെ, ഒരു മരുന്ന് പോലും കഴിക്കാതെ വീട്ടുകാരെ നിർബന്ധിച്ചു, ഇത്രയും അസുഖമുള്ള നിങ്ങൾ മരുന്ന് കഴിക്കാതെ പോകരുത്. എന്നിട്ടും ഞാനും അങ്ങനെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടും ഇയാൾ മരുന്നൊന്നും കഴിക്കാതെ തന്നെ ആ കൂട്ടായ്മയിൽ കടന്നു വന്നു. ഇങ്ങനെ അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ ആരാധന മധ്യത്തിൽ ഇങ്ങനെ ഇയാൾ മരണ നിലവിളിയോട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ മരിച്ചു പോകും, എന്നെ മരണത്തിൽ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം കർത്താവിൽ കൂടി വെളിപ്പെടുത്തി. അപ്പോൾ അനേകർ മരണവേദനയോടുകൂടി ഡോക്ടർമാർ ചികിത്സിച്ച് യാതൊരു പ്രയോജനമില്ലാത്ത വ്യക്തികളെ ഇതാ മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു വ്യക്തി എൻ്റെ അളിയനായിരുന്നു. കർത്താവ് അപ്പോൾ തന്നെ അയാളെ തൊട്ട് പരിപൂർണ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ കൂട്ടായ്മ കഴിഞ്ഞ് വന്നപ്പോൾ അളിയൻ പറഞ്ഞു, എനിക്ക് ആ മുമ്പത്തെ നെഞ്ചുവെപ്രാളവും ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ല, എനിക്ക് വളരെ സുഖം തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നമുക്ക് ആ ഡോക്ടറെ തന്നെ പോയി ഒന്നുകൂടി കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ആ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറെ തന്നെ വീണ്ടും കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ വന്ന ഒരു പാടുപോലും ഇല്ല, യാതൊരു ഇതുമില്ല. കൊളസ്ട്രോൾ നോർമല്, BP നോർമല്, ഷുഗർ നോർമല്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഡോക്ടറിന് ഭയങ്കര അത്ഭുതമായി. അത് മാത്രമല്ല, അപ്പോൾ ഇയാൾ തിരിച്ച് ഒരു കൈ, ഇടത് കൈ ഇങ്ങനെ മസ്കറ്റിൽ വെച്ച് അങ്ങനെ വീഴ്ചയിൽ പൊട്ടിയത് ഇങ്ങനെ ഇവിടെ നമ്മൾ മാറി 6 ഡോക്ടറെ കൊണ്ട് ഏകദേശം 6 മാസം 6 ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. എല്ലാ ഡോക്ടർമാരും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇംഗ്ലീഷ് മെഡിസിനും ആയുർവേദത്തിലും എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്താലേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യാൻ പോയില്ല. ഞങ്ങൾ വിശ്വാസത്തോടു കൂടി അന്ന് ലാസ്റ്റിൽ അവസാനത്തെ ഡോക്ടറെ വഞ്ചിയൂർ ത്രിവേണി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് നേരെ ഭവനത്തിൽ വന്ന് നമ്മൾ കർത്താവിൽ ആശ്രയിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. അപ്പൊ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഇതാ പൊട്ടിയ എല്ല് ഇതാ ജോയിന്റ് ആക്കി, കർത്താവ് ഇതാ പരിപൂർണ്ണ സൗഖ്യം തന്നു, നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത്ഭുതം എന്ന് പറയട്ടെ, അപ്പോൾ തന്നെ ഇയാളുടെ വേദനയും ബുദ്ധിമുട്ടും എല്ലാം മാറി. വീണ്ടും ആ ത്രിവേണി ഡോക്ടറെ കൊണ്ട് വീണ്ടും നമ്മൾ കൊണ്ട് കാണിച്ചു. അപ്പൊ ഡോക്ടർ തന്നെ ഭയങ്കര അത്ഭുതമായി. അപ്പൊ സ്കാൻ ചെയ്ത് നോക്കി, എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കൈക്ക് യാതൊരു പൊട്ടലുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. അത് മാത്രമല്ല, അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ ഇനി വിദേശത്തോട്ട് പോകുന്നില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടാൽ എനിക്ക് ദൈവം ധാരാളം അത്ഭുതങ്ങൾ ചെയ്യും, ഞാൻ ഇനിയും അവിടെ രോഗിയായി മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥാപനം നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ സിറ്റിയിലൊക്കെ സ്ഥാപനങ്ങൾ കിട്ടിയ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വിളിക്കാം. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ ദാസിയെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അപ്പൊ കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഒരു സ്ഥാപനം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഇപ്പോൾ പ്രാർത്ഥിച്ചതിന്റെ 3-ാമത്തെ ദിവസം തന്നെ
നമുക്ക് ഒരു സ്ഥാപനം കർത്താവ് അളിയന് കൊടുത്തു. ഇയാൾ കൊടുത്തു. ഇപ്പോൾ കോസ്മോ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു വലിയൊരു സ്ഥാപനം കൊടുത്ത് ഇത്രയും അനുഗ്രഹിച്ചു, ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത യേശു കർത്താവിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യം. യേശുവേ നന്ദി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പല സർപ്പശാപമാണെന്ന് പറഞ്ഞ് പല ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നേരിട്ട് പോയി പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തി. എന്നിട്ടും ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ ഞങ്ങൾ ചികിത്സ ചെയ്യാൻ ആരംഭിച്ചു. ചികിത്സയ്ക്കിടയിൽ പലതവണയും ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്ക് കയറേണ്ടി വന്നു. നീണ്ട 8 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം 2006 മെയ് മാസത്തിൽ ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും വലിയ ചികിത്സ വിദേശത്ത് നിന്ന് വന്ന ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ എന്നിൽ പരീക്ഷിക്കുകയുണ്ടായി. പക്ഷേ അതിന്റെ ഫലം വളരെ നിരാശയായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഇത്രയും വലിയ ചികിത്സ ചെയ്തിട്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ ലഭിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖം വളരെയധികം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഫൈബ്രോയിഡ്, മുഴകൾ, അങ്ങനെ പല പല അസുഖങ്ങളും ഉള്ളത് കൊണ്ട് ഇനി ഒരു കുഞ്ഞിനെ കിട്ടുകയില്ല. ഞങ്ങൾക്ക് അദ്ദേഹം കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി ഇനി കുഞ്ഞുങ്ങളെ ലഭിക്കുകയില്ല എന്ന് സർട്ടിഫിക്കറ്റ് തന്നു. ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റും മറ്റെല്ലാ രേഖകളുമായി നിയമപ്രകാരം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ദൈവം ഞങ്ങളെ കുഞ്ഞിനെ ദത്തെടുക്കാൻ അനുവദിച്ചില്ല. 2009 ജനുവരി 1 തീയതിയിലുള്ള സ്തോത്രോത്സവത്തിലേക്ക് ഞങ്ങൾ ഈ പ്രയർ ഗാർഡൻസിലേക്ക് കടന്നു വരികയുണ്ടായി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആരാധന മധ്യേ സിസ്റ്റർ പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗത്തിന്റെ ഇടയിൽ സിസ്റ്റർ വളരെ ശക്തിയായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എഴുന്നേൽക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പ്രകാരം പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ആൺ തലമുറകളെ നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. 2009 മാർച്ച് മാസത്തിൽ എനിക്കൊരു വല്ലായിക തോന്നി. 2009 ഏപ്രിൽ മാസത്തിൽ ഒരു വല്ലായിക തോന്നി. ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ, സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഏകദേശം 3 മാസത്തോളം ഗർഭിണിയാണ്. കൂടെ വശം കെട്ട രീതിയിൽ ഒരു മുഴയും കൂടെ വളരുന്നുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരു ആശുപത്രിയിൽ വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിൽ തന്നെ ബെഡ് റെസ്റ്റ് എടുക്കണം. കാരണം ഒരു മുഴ വളരുന്നുണ്ട്. ഇത് ഓരോ മാസവും ഈ മുഴ ഓരോ ദിവസം കഴിയുന്തോറും മുഴ വലുതാവും. കുഞ്ഞ് അബോർഷനായി പോകാനോ മാസം തികയാതെ പ്രസവിക്കാനോ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 7-ാം മാസമായപ്പോൾ 5.5 മാസത്തിൽ അബോർഷൻ ആവും എന്നാണ് പറഞ്ഞത്. പക്ഷേ സിസ്റ്റർ പറഞ്ഞതുപോലെ 2009 അതേ വർഷം തന്നെ, അതായത് 2010 ജനുവരിക്ക് മുമ്പായിട്ട്, അതായത് നവംബർ 29 തീയതി 2009 നവംബർ 29 തീയതി തന്നെ ദൈവം യാതൊരു കുഴപ്പവും സംഭവിക്കാതെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ദാനമായി നൽകി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി. ഇത്ര അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങൾ കുടുംബമായി ഇവിടെ സാക്ഷീകരിക്കുവാനായി ദൈവം സഹായിച്ചതിനെ ആ യേശുപ്പച്ചന് ആദ്യമായി കോടാകോടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷക്കാലം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുങ്ങളില്ലാതെ വളരെയധികം ഭാരപ്പെട്ടു. അനേക ആസ്ത്രിമത്യത്തിൽ ഞങ്ങൾ കടന്നുപോയിട്ട് ലക്ഷക്കണക്ക് കടഭാരമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 2009 ജൂലൈ മാസം സെക്രട്ടറിയുടെ ആരാധന മധ്യത്തിൽ വളരെയധികം ഭാരത്തോടെ ഹൃദയം നുറുകി ഞങ്ങൾ കുടുംബമായി കടന്നു വരുവാനായി ഇടയായി. സിസ്റ്റർ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അനേക വർഷകാലം മക്കളില്ലാതിരിക്കുന്ന സഹോദരിയെ യേശുദ തൊടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ലൈറ്റിന്റെ പ്രകാശം എന്റെ മേൽ അനുഭവപ്പെടുവാനായി ഇടയായി. ആ ദിവസം തന്നെ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അനേക വർഷകാലം മക്കളില്ലാതിരിക്കുന്ന സഹോദരിയെ യേശുദ തൊടുന്നെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരാൺ പൈതലിനെ യേശുദ തന്നിരിക്കുന്നെന്ന് പറഞ്ഞു. ആ മാസം തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനായി ഇടയായി. 2007 ഞാൻ ഒരിക്കൽ അനുഗ്രഹിക്കപ്പെടുവാനായി ഇടയായി. അത് 1.5 മാസമായപ്പോൾ വളർച്ചയില്ലാതെ അബോർഷനാക്കാനായി ഇടയായി. അതേപോലെ ഇതും 1.5 മാസമായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇത് കുഞ്ഞിന് വളർച്ചയില്ല, അബോർഷനാക്കണം. എന്നെ ആസ്ത്രിമത്യത്തിൽ അഡ്മിറ്റ് ചെയ്യുവാനായി ഇടയായി. ഞാൻ വളരെയധികം ഭാരത്തോടെ വീണ്ടും ഫോണിൽ കൂടെ സിസ്റ്റർ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യപ്പെടുക, യേശുദ അത്ഭുതം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ ഇപ്രകാരം പറഞ്ഞു, ഒരു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, നല്ല വളർച്ചയുണ്ട്. പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു ഭവനത്തിൽ കടന്നു പോകാനായി ഇടയായി. അപ്പോൾ 8-ാം മാസം തുടക്കത്തിൽ തന്നെ എനിക്ക് പെട്ടെന്ന് വയറ്റിൽ ഇങ്ങനെ അനക്കമില്ലാത്ത അവസ്ഥയായി. ഡോക്ടർമാർ കൊണ്ടുവന്നു കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞ് ഉദരത്തിൽ വച്ച് തന്നെ മരിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു.
കുഞ്ഞ് ഉദരത്തിൽ വച്ച് തന്നെ മലവും മൂത്രവും പോകുകയും കുഞ്ഞിന് ഒരു പ്രതീക്ഷയുമില്ല ഇങ്ങനെ പറയുവാനായി ഇടയായി. ഭർത്താവിനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറയുവാനായി ഇടയായി. സിസ്റ്റർ പ്രാർത്ഥനയ്ക്കായി ഫോണിൽ കൂടെ അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, യേശുദാ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നെന്ന്. എന്നാൽ മാർച്ച് 12 ഒരു ആൺ പൈതൽ ജീവനോടെ എന്റെ യേശുവപ്പ എന്റെ ജീവിതത്തിൽ ദാനം ചെയ്തു. ആ യേശുവപ്പച്ചന് കോടാകോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി എന്നും ഇരിക്കുന്നു.